ഹായ്. അപ്പൊ നല്ല ടേസ്റ്റ് ഉള്ള ഒരു പൈനാപ്പിൾ കച്ച് റെഡിയാക്കിയാലോ? അപ്പൊ ഉള്ളിക്കച്ച്, ലൊട്ടക്കച്ച് എന്നൊക്കെ പറയുന്നില്ല. അപ്പൊ അതിന്റെ ഒരു മസാല കേട്ടോ റെഡിയാക്കുന്നത്. അപ്പൊ പൈനാപ്പിൾ ഒന്ന് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക. അപ്പോൾ നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിനുശേഷം മസാല റെഡിയാക്കി എടുക്കുക. നല്ല പഴുത്ത പൈനാപ്പിൾ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ മസാലക്ക് വേണ്ടിയിട്ട് വെളുത്തുള്ളി ചതച്ചത്, ശർക്കര ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയും ശർക്കരയും അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല എരിവ് വേണ്ടവര് മുളക് പൊടി കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കുറച്ച്. അപ്പോൾ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇത്തിരി ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കൈവച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഒരു ശർക്കരയൊക്കെ അലിഞ്ഞു വരുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി എടുക്കും. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ ഈ ഒരു കച്ചിന്റെ മസാല. അപ്പൊ നല്ലതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഒരു വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ചതഞ്ഞിട്ട് നല്ല ആ ഒരു ഫ്ലേവറൊക്കെ ഇതിൽ മിക്സ് ആവണം. അപ്പോൾ ആ ഒരു എരിവിന്റെയും പുളിപ്പിന്റെയും അതുപോലെ മധുരവും ഒക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആയതിനു ശേഷം ഈ പൈനാപ്പിൾ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്ത് നല്ലത് അതും ഒന്ന് മിക്സ് ആക്കി എടുക്കുക. നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കുക. ആ ഒരു മസാലയിൽ യോജിപ്പിക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ കച്ച്. ആ ഒരു കൊള്ളിക്കച്ചിന്റെയും പൈനാപ്പിളിന്റെ എല്ലാം വേറെ, കൊള്ളിക്കച്ച് വേറെ ലൊട്ടക്കച്ചൊക്കെ ആ ഒരു ഫ്ലേവർ വേറെ. അപ്പൊ ഇത് പൈനാപ്പിളിന്റെ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പൊ പൈനാപ്പിളിന്റെ എല്ലാം ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത് കഴിക്കാൻ തുടങ്ങിയ പിന്നെ നിർത്തൂല കേട്ടോ. അത് കഴിച്ചുകൊണ്ടേയിരിക്കും. കുട്ടികൾക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് ആട്ടോ ഇത്. അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.